ഇന്ന് നമ്മളുണ്ടല്ലോ ഒരു അടിപൊളി ടേസ്റ്റിൽ ചിക്കൻ കൊണ്ടാട്ടമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ചിക്കൻ നന്നായി കഴുകി വെള്ളം മാറ്റിയതിന് ശേഷം അതിൽ ഒരു ചെറുനാരങ്ങയുടെ നീര്, ആവശ്യത്തിന് കുറച്ച് ഉപ്പ്, അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് കൈകൊണ്ട് യോജിപ്പിച്ചെടുത്ത് 20 മിനിറ്റ് നേരം നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട്. അതിനുശേഷം ഒരു പാലടപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഇട്ട് ചൂടായി വന്നപ്പോൾ നമ്മൾ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ചിക്കൻ ഇതേപോലെ ഒരു കളറായി വന്നപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയ്ക്ക് വാർന്നു പോകാൻ പറ്റുന്ന ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റി കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ഇതിലേക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കുറച്ച് ഉള്ളി, വെളുത്തുള്ളി, വേപ്പിലേക്കും കൂടി ചതച്ച് വയ്ക്കണം. അതിനുശേഷം ചിക്കൻ വറുത്ത വെളിച്ചെണ്ണയിൽ നിന്ന് തന്നെ കുറച്ചിട്ട് അതിൽ കുറച്ച് സബോളയൊക്കെ ഇട്ട് ചെറുതായിട്ടൊരു കളർ മാറി വന്നപ്പോൾ നമ്മൾ ചതച്ച് വെച്ച് നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയും വേപ്പിലുണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കുക. ശേഷം അതിലേക്ക് കുത്തിപ്പൊടിമുളകും കൂടി ഇട്ട് കൊടുത്ത് നല്ലൊരു ഗോൾഡൻ കളറായി വന്നപ്പോൾ നമ്മൾ വറുത്ത് വെച്ച് നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ നേരെ അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. പിന്നെ അതിന് ശേഷം അത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ ടൊമാറ്റോയുടെ കെച്ചപ്പ് ഉണ്ടല്ലോ അതൊരു 2 ടീസ്പൂണും കൂടി ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം കേക്കോടെ ചില്ലി ഗാർലിക് സോസാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കാറ്. അതും ഒരു 4 ടീസ്പൂണും കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു അടിപൊളി ചിക്കൻ കൊണ്ടാട്ടോ. നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടും. പിന്നെ ഈ വിശേഷങ്ങളൊക്കെ നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ.